പാചകവാതകത്തിന്റെ ലഭ്യത കുറഞ്ഞതോടെ ഭക്ഷണശാലകൾക്കും പൂട്ടുവീണ മട്ടാണ്. അതിനിടയിലാണ് ഗ്യാസ് ഉണ്ടോ എന്ന ചോദ്യം അലയടിക്കുന്നത്. അടഞ്ഞ ഹോട്ടലും ചുരുക്കപ്പട്ടികയിലെ വിഭവങ്ങളും അറിയാൻ കൊച്ചിയിലുള്ള തത്സമയ ആപ്പിന്റെ പേരും ഗ്യാസ് ഉണ്ടോ എന്നാണ്. പ്രതിസന്ധി നിറഞ്ഞ വേളയിൽ ആഹാരം തിരയാനായി IT ജീവനക്കാരായ യുവാക്കളുടെ ആശയമാണ് ഈ ആപ്പ്. കാണാം കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആഹാരം എവിടെ അറിയാം ആപ്പുണ്ട്. പാചകവാതകം പാതിയിൽ നിന്നതോടെ പതിവില്ലാത്ത പ്രതിസന്ധിയിലാണ് പല മേഖലയും. അതിലേറ്റവും പ്രധാനം ഭക്ഷണശാലകളാണ്. കൂട്ടുകാരുമൊത്ത് ഭക്ഷണം കഴിക്കാൻ പോയ ഹോട്ടലിൽ ഗ്യാസ് ഇല്ലാത്തതിനാൽ പ്രതീക്ഷിച്ച ഭക്ഷണം ഇല്ലാതെ വന്നതോടെയാണ് വൈശാഖ് സുരേഷിന് വാശിയായത്. സുഹൃത്തായ വിശ്വനാഥനെയും കൂട്ടി കാക്കനാട്ടെ തിങ് സ്പേസിൽ 12 മണിക്കൂർ കൊണ്ട് രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് ഗ്യാസ് ഉണ്ടോ. ഒരു മാപ്പിംഗ് സംവിധാനത്തിലൂടെ കൊച്ചിയിലെ ഹോട്ടലുകളിൽ ഏതൊക്കെ തുറന്നു, എന്തൊക്കെ ഭക്ഷണമുണ്ട് എന്ന് കണ്ടെത്താനാണ് സംവിധാനം ഉപയോഗിക്കുന്നത്. ക്രൗഡ് സോഴ്സ് ഉപയോഗിച്ച് ജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വരൂപിച്ചാണ് ആപ്പിൻ്റെ പ്രവർത്തനം. നഗരത്തിലെ 2488 ഹോട്ടലുകളുടെ വിവരങ്ങളാണ് ആപ്പിൽ ലഭ്യമാക്കുക. ഞാനും ഓഫീസിലെ ആൾക്കാരും കൂടെ ഒരു ഡിന്നറിന് പോയി. അപ്പോൾ നമ്മൾ പ്രീ ഓർഡർ ചെയ്തായിരുന്നു, ഈ ഐറ്റംസാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഓർഡർ കൊടുത്തായിരുന്നു. അപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് വിളിച്ചിട്ട് പറയുന്നത് ഇവിടെ ഷവായ ഇല്ല, ഷവർമ്മയില്ല, കാരണം ഗ്യാസ് തീർന്നു, ഉച്ചയ്ക്ക് ഗ്യാസ് എത്തിയില്ല എന്നൊക്കെ റീസൺ പറയുന്നത്. അപ്പോഴാണ് എനിക്കൊരു മനസ്സിലായത് ഈ പ്രോബ്ലം എല്ലാവരെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു റിയലൈസേഷൻ വന്ന അപ്പോഴായിരുന്നു. എന്നിട്ട് ആ വാശിയിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ടിങ്കർ സ്പേസിൽ പോയി. അതൊരു കോവർക്കിംഗ് സ്പേസ് പോലെയാണ്, മേക്കർ സ്പേസ് ആണ്. അവിടെ പോയിട്ട് ഇങ്ങനൊരു ഐഡിയ നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഇങ്ങനൊരു മാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരിക്കും ആൾക്കാർക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ, ഇങ്ങനെ ഏതൊക്കെ റെസ്റ്റോറൻറ്റ്സ് അതിലുണ്ട്, അതിൽ ഓപ്പൺ ആണോ, അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പറ്റിയൊരു മാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയ നമ്മൾ ഡെവലപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ അത് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. മിഞ്ഞാന്ന് രാത്രി 10:30 തുടങ്ങി. ഇന്നലെ രാവിലെ 10:10 ഒരു 12 മണിക്കൂറിനുള്ളിൽ നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞത്. ഇപ്പം നിലവിൽ കൊച്ചിക്ക് മാത്രമാണ് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്യാൻ എളുപ്പമാണ്, ഫുൾ ഓൾ കേരള ആക്കാൻ എളുപ്പമാണ്. യൂസേഴ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും. നിലവിൽ കൊച്ചിയിലെ വിവരങ്ങൾ മാത്രമാണ് ആപ്പിലുള്ളത്. കേരളത്തിലെ പ്രധാന നഗരങ്ങളെ ഉൾപ്പെടുത്തണമെന്നാണ് ഇവരുടെ ആഗ്രഹം. നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്കുള്ള ക്രൈസിസിനെ മാനേജ് ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ആക്ച്വലി നമ്മൾ കാണുന്നുള്ളൂ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഓപ്പൺ ആർക്ക് വേണമെങ്കിലും റിവ്യൂ ഇടാൻ പറ്റുന്ന ഒരു ലൈക്ക് ഹോട്ടൽസിനെ പറ്റി ഓപ്പൺ ആയിട്ടുള്ള റിവ്യൂസ് ഇടാൻ പറ്റുന്ന, അൺഫിൽറ്റഡ് ആയിട്ടുള്ള റിവ്യൂസ് ഇടാൻ പറ്റുന്ന ഒരു സിസ്റ്റം. പക്ഷേ അതെവിടെ നമുക്ക് ഒരു ലെവൽ ഓഫ് മോഡറേഷൻ നമുക്ക് വേണ്ടി വരും, അതിന് വേണ്ടി ഇരിക്കേണ്ടി വരും. IT എഞ്ചിനീയർമാരായി ഇരുവരും ഒന്നിച്ചാണ് പഠിച്ചത്. പ്രതിസന്ധി കാലത്ത് മറ്റ് നഗരങ്ങളിൽ ജോലി തേടിയെത്തിയവർക്കും വിദ്യാർത്ഥികൾക്കും കൈത്താങ്ങ് എന്നതാണ് ആപ്പ് നിർമ്മിച്ചതിലൂടെ ഇരുവരും ലക്ഷ്യം വെച്ചത്. പ്ലേ സ്റ്റോർ വഴി നീങ്ങിയാൽ അംഗീകാരമടക്കമുള്ള കാലതാമസം കണക്കിലെടുത്ത് ഓപ്പൺ ആപ്പായിട്ടാണ് ഗ്യാസ് ഉണ്ടോ തയ്യാറാക്കിയത്. പൊതുജനങ്ങൾക്കും ഹോട്ടലുകളും ഭക്ഷണങ്ങളും ആപ്പിൽ ആഡ് ചെയ്യാൻ സാധിക്കും. തെറ്റായ വിവരങ്ങളും ഉൾപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് കമ്മ്യൂണിറ്റി വോട്ടിങ്ങിലൂടെയാണ് ആപ്പിന്റെ അപ്ഡേഷൻ നടക്കുന്നത്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.